നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർക്കിടകം 11. നമ്മളിന്ന് പാരായണം ചെയ്യുന്നത് അയോധ്യാകാന്ഡത്തിലെ വനയാത്ര, അതുപോലെ തന്നെ ഗംഗാധരണം, ഭരദ്വാജാശ്രമ പ്രവേശം തുടങ്ങിയ ഭാഗങ്ങളാണ്. നമസ്കാരം. ഇന്നലെ നമ്മൾ കഥ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ദശരഥ മഹാരാജാവും കൈകേയിയും രാമന്റെ അടുത്ത് പറയാണ്, അതായത് ഭരതന് രാജ്യം നൽകിയിട്ട് ശ്രീരാമനോട് വനവാസത്തിന് പോകണമെന്ന് പറയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് രാമൻ തിരിച്ച് പറയുന്നുണ്ട് കൈകേയിയുടെ അടുത്ത്, കൈകേയമ്മ എനിക്ക് ഉപകാരമാണ് ചെയ്തതെന്ന്. അതായത് ഇത്രയും വലിയ രാജഭരണം എന്നെ ഏൽപ്പിക്കലല്ലോ ചെയ്ത്, ഭാരിച്ച ഉത്തരവാദിത്വം അല്ലേ അത്. അതിന് പകരമായിട്ട് എളുപ്പമുള്ള വനവാസമാണ് നൽകുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടും ഞാൻ ചെയ്യാൻ തയ്യാറാണ്, ഞാനതിൽ സന്തുഷ്ടനാണ്, ഞാൻ വനവാസത്തിന് പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു വിവരം കൗസല്യയുടെ അടുത്തും സീതാദേവിയുടെ അടുത്തും പറയണല്ലോ. അവർ രണ്ടുപേരെയും അനുനയിപ്പിച്ച് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ അടുത്തേക്ക് രാമൻ പോകുന്ന ആ ഒരു രംഗത്ത്, ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ കഥ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൗസല്യയുടെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ രാമൻ. അപ്പോൾ രാമൻ എത്തുന്ന ആ സമയത്ത് കൗസല്യ ആണെങ്കിൽ അഭിഷേക വിഘ്നങ്ങളൊന്നും കൂടാതെ എല്ലാം മംഗളകരമായി നടക്കാനായിട്ട് പൂജകളും പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ നന്നായി ധ്യാനിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീരാമൻ വന്നത് കൗസല്യ അറിഞ്ഞില്ല. സുമിത്രയാണ് കേട്ടോ ശ്രീരാമനെ കണ്ടത്. അങ്ങനെ കണ്ടപാടെ ശ്രീരാമനെ ആലിംഗനം ചെയ്തുകൊണ്ട് വളരെ സ്നേഹത്തോടെ, സുമിത്രയ്ക്കും വലിയ ഇഷ്ട രാമനെ, മടിയിൽ ഇരുത്തി ആ പൂ പോലെ മൃദുലമായിട്ടുള്ള ആ മേനിയെ ഇങ്ങനെ തഴുകി രാമന്റെ മുഖത്ത് നോക്കിയപ്പോൾ ചെറിയൊരു വാട്ടമുണ്ട് മുഖത്ത്. അപ്പൊ എന്ത് പറ്റി രാമ, വിശന്നിട്ടാണോ, ഞാൻ ഭക്ഷണം വിളമ്പി തരാന്നൊക്കെ സുമിത്ര പറയുന്നുണ്ട്. അങ്ങനെ അത് കേട്ടപ്പോൾ രാമൻ പറഞ്ഞു, ഇനി കഴിക്കാനുള്ള ആ ഒരു സമയമൊന്നും ഇല്ല അമ്മേ, എനിക്ക് എത്രയും പെട്ടെന്ന് വനവാസത്തിനായിട്ട് പോകേണ്ടതായിട്ടുണ്ട്. ദശരഥ മഹാരാജാവ് കൈകേയിയമ്മയ്ക്ക് ഒരു വരം നൽകിയിട്ടുണ്ടായിരുന്നു. അതിപ്രകാരമാണ് പറയുന്നത്, ഭരതന് രാജ്യം വിട്ടു നൽകിയിട്ട് എന്നെ വനവാസത്തിന് പറഞ്ഞയക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പോകുകയാണ് എന്ന് പറഞ്ഞു. അത് കേട്ട സമയത്ത് ആ ഒരു കാര്യം കൗസല്യമ്മ കേട്ടു. കേട്ട പാടെ കൗസല്യ മോഹാലസ്യപ്പെട്ട് വീണു എന്നാ പറയുന്നത്. അതായത് തൻ്റെ പ്രിയ പുത്രൻ തന്നിൽ നിന്ന് അകന്നു പോകുകയാണല്ലോ. ആ ഒരു സങ്കടം ഏതൊരമ്മയ്ക്കും സഹിക്കാൻ സാധിക്കില്ല അല്ലെ. അത് സഹിക്കാൻ കഴിയാതെ ആ അമ്മ മോഹാലസ്യപ്പെട്ടു വീണു. അങ്ങനെ വേഗം കൗസല്യമ്മയെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധമൊക്കെ വന്ന ഒരു സമയത്ത് കൗസല്യ പറയുന്ന 3 കാര്യങ്ങളുണ്ട് ശ്രീരാമന്റെ അടുത്ത്. അതായത് ഭരതന് രാജ്യം വിട്ടു നൽകിക്കോട്ടെ, അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്തിനാണ് രാമനെ വനവാസത്തിന് പറഞ്ഞയക്കുന്നത്, അതിന്റെ ആവശ്യമില്ലല്ലോ. അതേപോലെ ഇങ്ങനെ ഒരു കാര്യം അവരെ കൊണ്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന് രാമൻ എന്ത് ബുദ്ധിമുട്ടാണ്, എന്ത് ദോഷമാണ് അവർക്ക് വേണ്ടി ചെയ്തത്. ഇനിയിപ്പോ ദശരഥ മഹാരാജാവ് പറഞ്ഞ ആജ്ഞാപിക്കുക, അല്ലെങ്കിൽ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ രാമൻ അനുസരിക്കുന്നത് പോലെ തന്നെയല്ലേ മാതാവ് പറയുമ്പോഴും ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞാലും നീ അനുസരിക്കണ്ടേ, ഞാൻ ഇതാ പറയുന്നു, നീ എവിടെയും പോകരുത്, വനവാസത്തിന് പോകരുത്, ഇനിയിപ്പോ പോകുകയാണെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞാൻ ജീവത്യാഗം ചെയ്യുമെന്ന് കൗസല്യ രാമന്റെ അടുത്ത് പറയാം. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ കൗസല്യ ജീവത്യാഗം ചെയ്യുന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോ ലക്ഷ്മണൻ ഇങ്ങനെ ക്രോധം കൊണ്ട് ഇങ്ങനെ ആക്രോശിച്ച്, അദ്ദേഹത്തിന് സഹിക്കാൻ സാധിച്ചില്ല. ദേഷ്യം വന്നിട്ട് ലക്ഷ്മണൻ അങ്ങനെ വളരെ ദേഷ്യത്തോടു കൂടെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത ആ രാജാവിനെ, ദശരഥ മഹാരാജാവിനെ, സ്വന്തം പിതാവാണ് കേട്ടോ, അദ്ദേഹത്തെ തുറുങ്കിലടയ്ക്കാൻ ഞാൻ ഒരുക്കമാണ് എന്നുള്ളത്, കൈകേയിയെയും മന്ധരയെയും വധിക്കാനും ഞാൻ ഒരുക്കമാണ്, ഞാൻ അതിനു വേണ്ടി പോകുകയാണ്. അതായത് രാമജേഷ്ഠന്റെ അടുത്ത് പറയാണ്, അഭിഷേകത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോളൂ, ഞാൻ അമ്പും വില്ലുമായിട്ട് ഇവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനായിട്ട് കൂടെ തന്നെ ഉണ്ട് എന്ന് ലക്ഷ്മണൻ വളരെ ക്രോധത്തോടു കൂടിയിട്ടാണ് അവിടെ പറയുന്നുണ്ടായിരുന്നത്. അത് കേട്ടപ്പോൾ ശ്രീരാമൻ എന്ത് ചെയ്തു, ലക്ഷ്മണൻ്റെ അടുത്ത് വന്നിട്ട് ലക്ഷ്മണനെ അനുനയിപ്പിച്ച് പറയുന്ന, സമാധാനപ്പെടുത്തി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ലക്ഷ്മണോപദേശം എന്ന പേരിൽ എഴുത്തച്ഛൻ വളരെ വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മളെല്ലാവരും വായിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഈ ഭൂമിയിൽ പല കാര്യങ്ങളും ഉണ്ട്, ഒന്നിനും നിലനിൽപ്പുള്ളതല്ല, എല്ലാതും എത്രയും എന്താ പറയുക, സമയം കഴിയും തോറും നശിക്കുന്ന വസ്തുക്കളാണ്. ഒന്നും തന്നെ അതായത് കാലാകാലങ്ങൾ നിലനിൽക്കുന്നതല്ല, അനശ്വരമായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ലക്ഷ്മണൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടേനെ. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലല്ലോ, നമുക്ക് ഒന്നും പറയാനായിട്ട് സാധിക്കാത്ത കാര്യങ്ങളാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ ലക്ഷ്മണനോട് ഉപദേശിക്കുന്ന ഭാഗമുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ പ്രതിപാദിക്കുന്നില്ല, പലർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അങ്ങനെ അതൊക്കെ കേട്ടപ്പോൾ ലക്ഷ്മണനെ മനസ്സിലായി, ജ്യേഷ്ഠൻ പറഞ്ഞ കാര്യങ്ങളോട് കൂടി എൻ്റെ സംശയങ്ങളൊക്കെ തീർന്നിരിക്കുന്നു. ഒപ്പം കൗസല്യയ്ക്കും കൂടിയിട്ട് വേണ്ടിയായിരുന്നു ആ ഒരു ലക്ഷ്മണ ഉപദേശം എന്ന് പറയുന്നുണ്ട്. കൗസല്യയ്ക്കും ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ ഇവരെ പോകാനായിട്ട് തീരുമാനിച്ചു. ഇനി അടുത്ത് സീതാദേവിയുടെ അടുത്തേക്കാണല്ലോ പോകേണ്ടത്. അങ്ങനെ സീതയുടെ അന്തപുരത്തിലെത്തിയപ്പോൾ
സീതയും ഈ ഒരു കാര്യം ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം മകനെ, സ്വന്തം പുത്രനെ, പ്രത്യേകിച്ച് ശ്രീരാമനെ ഇത്രയധികം സ്നേഹിക്കുന്ന ആ ഒരു പിതാവിൻ്റെ അടുക്കൽ നിന്നാണ് ഇങ്ങനെയൊരു കാര്യം ഉണ്ടായത്. അതും 14 വർഷത്തേക്ക് മകനെ കാണാതിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സഹിക്കാൻ വയ്യാത്തൊരു കാര്യം. അദ്ദേഹം എങ്ങനെ ചെയ്തു, അതെങ്ങനെ സംഭവിച്ചു, അതൊരിക്കലും വിശ്വസിക്കാൻ സീതയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ രാമനാകട്ടെ വനവാസത്തിന് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ സീതാദേവിയോട് പറഞ്ഞു, അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് ദേവിയും ഇവിടെ തന്നെ ഉണ്ടാകണം എന്ന് പറഞ്ഞ സമയത്ത് സീതാദേവി പറയാണ്, എന്നെ കൂടാതെ ഒരു യാത്ര അങ്ങേക്ക് ഉചിതമല്ല. എൻ്റെ പുറകെ എന്നെ അനുഗമിച്ചുകൊണ്ടാണ് നിങ്ങൾ വരേണ്ടത്. ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വരും എന്ന് സീതാദേവിയും പറയാണ്. അങ്ങനെ രാമൻ പറഞ്ഞു, ആഭരണങ്ങളൊക്കെ ഗുരുപത്നിയായിട്ടുള്ള അരുന്ധതിക്ക് ദാനം ചെയ്ത് കൊടുത്തോളൂ, എല്ലാവരും ദാനം ചെയ്തിട്ട് ഒന്നുമില്ലാതെ അവിടെ നിന്ന് ഇറങ്ങണമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരുടെ അടുത്തും യാത്ര പറയാനായിട്ട്, ദശരഥ മഹാരാജാവിൻ്റെ അടുത്തും കൈകേയിയുടെ അടുത്തൊക്കെ യാത്ര പറയാനായിട്ട് വന്നിരിക്കുകയാണ്. രാജാവാകട്ടെ അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ, വിശ്രമം കൊണ്ട് അദ്ദേഹം ഇങ്ങനെ തളർന്നു പോവാണ്. കൈകേയിക്കാണെങ്കിൽ നല്ല സന്തോഷമുണ്ട് കേട്ടോ. ആ യാത്ര പറയുന്ന സമയത്ത് കൈകേയി വേഗം അകത്ത് പോയിട്ട് 3 മരവുരികൾ കൊണ്ടുവരുന്നുണ്ട്. ഒന്ന് രാമനും, വേറൊരെണ്ണം ലക്ഷ്മണനും, പിന്നെ സീതാദേവിക്കും കൂടെ. അപ്പോൾ രാമനും ലക്ഷ്മണനും ആ മരവുരി വേഗം ധരിച്ചു. സീതാദേവിക്കാണെങ്കിൽ ഒരു ലജ്ജയൊക്കെ ആയിട്ട് അതിങ്ങനെ ധരിക്കാതെ നിൽക്കുക. ആ ഒരു സമയത്ത് വസിഷ്ഠമുനി കൈകേയിനെ ശകാരിച്ചുകൊണ്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് രാമൻ വനവാസത്തിന് പോകണം മരവുരി ധരിച്ച് എന്നുള്ള വരം മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്ത് കാര്യത്തിന്, എന്ത് ധൈര്യത്തിലാണ് നീ സീതയ്ക്ക് മരവുരി കൊണ്ടുവന്ന് കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് കൈകേയി ശകാരിക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ രാമൻ എന്ത് ചെയ്തു, ഈ മരവുരി സീത എങ്ങനെയാണോ നിൽക്കുന്നത് അതിന് മുകളിലായിട്ട് അണിഞ്ഞു കൊടുത്തിട്ട് അവരെങ്ങനെ ഇറങ്ങാൻ നേരം എല്ലാവരുടെ അടുത്തും പറഞ്ഞു അനുഗ്രഹമൊക്കെ വാങ്ങുന്ന സമയത്ത് സുമിത്ര ലക്ഷ്മണനോട് പറയുന്ന കുറച്ച് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതായത് രാമനെ നീ സ്വന്തം പിതാവായി ദശരഥനായിട്ട് കാണണം, സീതാദേവിയെ ഞാനായി കാണണം, അതായത് അമ്മയായി സുമിത്രയായി കാണണം, കാടിനെ അയോധ്യയായിട്ട് കാണണം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടെ വനയാത്രയ്ക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ ഈ മന്ത്രിയും കൂടെ ഉണ്ട്, സുമന്ത്രർ എന്ന് പറഞ്ഞിട്ടുള്ള ആ മന്ത്രിയും കൂടെ ഉണ്ട് ഇവരുടെ കൂടെയായിട്ട്. അങ്ങനെ വനയാത്രയ്ക്ക് പോകുമ്പോൾ പാദരക്ഷകളൊന്നും അണിയാതെ വെറും ആ പറയാ ഭൂമിയിലെ ചെരുപ്പൊന്നും ധരിക്കാതെ, പാദരക്ഷകളൊന്നും ധരിക്കാതെയാണ് അവരങ്ങനെ നടന്നു പോകുന്നത്. അപ്പം അതൊക്കെ കണ്ടിട്ട് ആ ഒരു അയോധ്യവാസികൾക്ക്, അവരുടെ പ്രജകൾക്കൊന്നും സങ്കടം സഹിക്കാൻ സാധിക്കുന്നില്ല. രാമൻ നമ്മുടെ രാജ്യം വിട്ടു പോകുക എന്നുള്ള ഒരു വിഷമം ഒന്നുമില്ലാതെ പോകുക എന്നുള്ള വിഷമം വേറെയും അവർക്ക് സഹിക്കാൻ സാധിക്കാതെ ഇവരെല്ലാവരും കൂടെ ഈ രാമലക്ഷ്മണന്മാരെ, സീതാദേവിയോടൊപ്പമുള്ള രാമലക്ഷ്മണന്മാരെ അനുഗമിച്ച് അവരുടെ കൂടെ പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ അവർ യാത്ര ചെയ്തിട്ട് തമസ നദിക്കരയിൽ എത്തിയിട്ടോ. അപ്പോൾ അയോധ്യവാസികൾ ഉണ്ട് കൂടെ, എല്ലാവരും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അവർക്ക് ഒറ്റയ്ക്ക് രാമനെ തനിച്ച് വിടാനായിട്ട് ഇഷ്ടമില്ല, രാമന്റെ കൂടെ എല്ലാവരും കൂടെ ഇങ്ങോട്ട് പോന്നിരിക്കുക. ആ നദിക്കരയിലെത്തി അവിടെ ഒരു മരത്തിന്റെ ചുവട്ടിലായിട്ട് രാമൻ ഉറങ്ങാനായിട്ട് കിടന്നു. അപ്പോൾ ലക്ഷ്മണനും മന്ത്രിയായിട്ടുള്ള സുമന്ത്രനും കൂടിയിട്ട് കാവൽ നിൽക്കുക. അങ്ങനെ ഏകദേശം ഒരു അർദ്ധരാത്രിയൊക്കെ ആയപ്പോൾ രാമൻ ഉണർന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും കൂടെ വേഗം തേര് റെഡിയാക്കി നിർത്തിക്കോളൂ, നമുക്ക് എല്ലാവർക്കും കൂടെ ഇപ്പം തന്നെ പോകാം. കാരണം എന്താണെന്ന് വെച്ചാൽ അയോധ്യയിലുള്ള എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, കൂടെ വന്നവരെല്ലാവരും പ്രജകളൊക്കെ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അയോധ്യയിലേക്ക് പോകാം എന്നുള്ള, അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് വേറെ വഴി നമുക്ക് നമ്മുടേതായുള്ള യാത്രയിൽ തുടരാം എന്ന് പറഞ്ഞിട്ട് വേഗം തേര് നേരെയാക്കി കൊണ്ടുവന്നു. സുമന്തർ, ലക്ഷ്മണനും രാമനും സീതയും കൂടെ തേരിലേറിയിട്ട് അവരങ്ങനെ അയോധ്യ വരെ പോയിട്ടോ. അയോധ്യയിൽ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തെക്കോട്ട് അവരുടെ യാത്ര തുടർന്നു. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ, നേരം വെളുക്കുമ്പോൾ എന്തായാലും രാമനെ കാണാണ്ട് പ്രജകളൊക്കെ നോക്കുമ്പോൾ ആ തേര് വന്നിട്ടുള്ള ആ ചക്രം പതിഞ്ഞ ആ ഒരു സ്ഥലം നോക്കിയിട്ട്, അടയാളം നോക്കിയിട്ട് അവർ പുറകെ വരും. വന്നു കഴിഞ്ഞാൽ അവർ അയോധ്യ വരെ എത്തും. പിന്നെ അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകില്ല എന്നുള്ള, അതായത് അയോധ്യയിലേക്ക് അവർ തിരികെ കൊണ്ടുവരിക. എൻ്റെ പിറകെ വന്നിട്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള അവരെ ബുദ്ധിമുട്ടിക്കാൻ വിഷമമുള്ളത് കൊണ്ട്, പറയാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് രാമൻ അങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും തേരിലെത്തി അയോധ്യ വരെ വന്നിട്ട് വേറെ തെക്ക് വശത്തേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്ത സമയത്ത് പ്രജകളൊക്കെ എണീറ്റ് നോക്കിയപ്പോൾ രാമനെയും ലക്ഷ്മണനെയും സീതാദേവിയും ആരെയും കാണുന്നില്ല. അങ്ങനെ ഇവര് രാമൻ എങ്ങനെയാണ് ഉദ്ദേശിച്ചത്, ആ തേരിന്റെ ചക്രത്തിന്റെ അടയാളം നോക്കിയിട്ട് അവർ അയോധ്യ വരെ എത്തി. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അങ്ങോട്ടേക്ക് രാമനും ലക്ഷ്മണനും ഒന്നും വന്നിട്ടില്ല എന്നുള്ളത്. പക്ഷെ അവർ പിന്നെ എന്താ ചെയ്യുക, അവർക്ക് അറിയില്ല പിന്നെ എവിടേക്കാണ് പോയെന്നുള്ളത്. അവരവിടെ തന്നെ രാമനെ മനസ്സിൽ നന്നായി ധ്യാനിച്ചുകൊണ്ട് അവരുടെ ജീവിതം ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പോയി.
അങ്ങനെ ഇവരാകട്ടെ, അതായത് രാമനും ലക്ഷ്മണനും സീതാദേവിയും സുമന്ത്രന്റെ കൂടെ ഓടിച്ചിട്ട് അനേകം സമൃദ്ധമായ പട്ടണങ്ങളെല്ലാം കടന്നിട്ട് ശൃംഗവേരപുരം എന്നുള്ള സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ അവിടെ എത്തിയിട്ട് അവർ ഗംഗയിൽ സ്നാനം ചെയ്തു, ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരുന്നു. അപ്പോൾ അവിടുത്തെ ആ ഒരു സ്ഥലത്തിൻ്റെ അധിപനായിട്ടുള്ള ഒരു കാട്ടാള രാജ്യമാണത്. അവിടുത്തെ അധിപനാണ് ഗുഹൻ എന്ന പേരുള്ള രാജാവ്. അപ്പോൾ ഇദ്ദേഹം രാമൻ വന്നതറിഞ്ഞിട്ട് ഗുഹൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ട്, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് കേട്ടോ, വളരെ പ്രിയപ്പെട്ട ഒരു ചങ്ങാതിയാണ് ഗുഹൻ എന്ന് പറയുന്നത്, അടുത്ത് വന്നിട്ട് ഗംഭീരമായിട്ട് രാമനെ സ്വീകരിക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടു കൂടെ. രാമനാകട്ടെ ഇദ്ദേഹത്തെ ഗുഹനെ ആലിംഗനം ചെയ്യുന്ന സമയത്ത് ഗുഹൻ പറയുന്നുണ്ട്, അങ്ങയുടെ ആ ഒരു സ്പർശമേറ്റ സമയത്ത് ഞാൻ ധന്യനായി, എനിക്ക് ഇനി ഇതിൽ കൂടുതൽ സന്തോഷം ഇനി വരാനില്ല. ഈ രാജ്യം എന്ന് പറയുന്നത് അങ്ങയുടെ രാജ്യമാണ്, ഇനി അങ്ങ് ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ തന്നെ താമസിച്ചോളൂ, വേഗം നമുക്ക് എൻ്റെ ഗൃഹത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ രാമൻ പറയാണ്, അങ്ങനെയല്ല, ഞാൻ ഈ പറയുന്നത് കേട്ട് നിനക്ക് ഒരിക്കലും വിഷമം തോന്നരുത്. എനിക്കൊരു നിയോഗമുണ്ട്, അതായത് 14 വർഷക്കാലം വനവാസം അനുഷ്ഠിക്കുക എന്നുള്ളത്, ഞാൻ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം, പേരാലിൻ്റെ പശ കൊണ്ടുവരണം, ഞങ്ങൾക്ക് ജട ഉണ്ടാക്കാനാണ് എന്ന് പറഞ്ഞു, ജടയിൽ പുരട്ടാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പേരാലിൻ്റെ പശയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് രാമനും ലക്ഷ്മണനും അതിങ്ങനെ മുടിയിൽ ഇങ്ങനെ തേച്ചിട്ട് ജടയാക്കി കെട്ടുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. പിന്നെ അന്ന് രാത്രി അവർ അവിടെയാണ് കേട്ടോ തങ്ങുന്നത്, ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ട്. ലക്ഷ്മണൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ദർഭപ്പുലും അതേപോലെ തന്നെ വൃക്ഷങ്ങളുടെ ഇലകളൊക്കെ ചേർത്തിട്ട് ഒരു മെത്ത പോലെ ഉണ്ടാക്കി. അങ്ങനെ രാമനും സീതാദേവിയും കൂടെ അതിലാണ് കിടക്കുന്നത്. ശരിക്കും അവരുടെ കൊട്ടാരത്തിലെ അന്തപുരത്തിൽ എങ്ങനെയാണോ അവർ കിടന്നുറങ്ങുന്നത് അത്രയും സുഖത്തോടു കൂടിയിട്ടാണ് അവർ ആ ഒരു മെത്തയിൽ കിടക്കുന്നത്. ആ ഒരു സമയത്ത് ലക്ഷ്മണനും സുമന്തരും ഗുഹനും കൂടെ ഇവർക്ക് കാവൽ നിൽക്കുകയാണ്. അപ്പോൾ രാമൻ ഉറങ്ങിയ ആ ഒരു സമയത്ത് ഗുഹൻ, ആ രാജാവ് പറയുന്നുണ്ട്, അതായത് കൈകേയി നിമിത്തമാണല്ലോ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു കാര്യം നടന്നത്, അതുകൊണ്ട് കൈകേയും മന്ദരയും ഒരുപാട് ശകാരങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്. ആ ഒരു സമയത്ത് ലക്ഷ്മണൻ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അങ്ങനെയല്ല, ഓരോ മനുഷ്യർക്കും ഓരോരോ നിയോഗങ്ങളുണ്ട്, അവരുടെ കർമ്മഫലമാണ് അവർ അനുഭവിക്കേണ്ടി വരുന്നത്. അത് ഈശ്വരന്റെ കാര്യത്തിലല്ല കേട്ടോ, ശ്രീരാമന്റെ കാര്യത്തിലല്ല, ജനങ്ങൾക്ക് അങ്ങനെയാണ് വരേണ്ടത്, അവരുടെ കർമ്മഫലമാണ് അവർ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന്. അതായത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുത്തച്ഛൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഗുഹൻ പറയുന്നത് പോലെ അതിനെ ഉപദേശിക്കുന്ന ലക്ഷ്മണനെ പോലെയാണ് ആ ഭാഗത്ത് പറയുന്നത് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസമായി. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് ഈ ഒരു തോണി വേണം, ആ ഗംഗയെ കടന്നിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ ഗുഹൻ്റെ അടുത്ത് പറയാണ്, ഞങ്ങൾക്കൊരു തോണി ഒന്ന് സംഘടിപ്പിച്ച് തരണം, അതിൽ കയറി വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ തോണിയെല്ലാം ഒരുക്കി കൊടുത്തു. പോകുന്ന സമയത്ത് ഗുഹൻ ശ്രീരാമൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അതായത് ഞാനും അങ്ങയുടെ കൂടെ വനവാസത്തിന് വരട്ടെ, അല്ലെങ്കിൽ എനിക്ക് പിരിഞ്ഞിരിക്കാൻ സങ്കടമാണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ശ്രീരാമൻ തിരിച്ചു പറയുന്നുണ്ട്, ഇപ്പോൾ അങ്ങേക്ക് ഞങ്ങളുടെ കൂടെ വരാനായിട്ട് സാധിക്കില്ല, ഈ 14 വർഷത്തിനു ശേഷം ഞാൻ ഒരിക്കൽ കൂടി അങ്ങയെ കാണാൻ വരുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടെ അവരവിടുന്ന് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് യാത്ര തിരിക്കുന്ന ആ ഒരു സമയത്ത് മന്ത്രിയായിട്ടുള്ള സുമന്ത്രനെയും തിരികെ അയോധ്യയിലേക്ക് പോകാനായിട്ട് രാമൻ പറയുന്നുണ്ട് കേട്ടോ. തങ്ങളിവിടെ സന്തോഷമായിട്ട് സുഖമായിട്ടാണ് കഴിയുന്നതെന്ന് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് പോയിട്ട് പറയുക എന്നാണ് സുമന്ത്രൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെയും കൂടെ പറഞ്ഞു വിട്ടിട്ടാണ് ആ ഒരു യാത്ര തുടങ്ങുന്നത്. അതിനുശേഷം അവർ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലേക്കാണ് എത്തിയത്. എന്നിട്ട് അന്നത്തെ രാത്രി അവിടെയാണ് കഴിച്ചു കൂട്ടുന്നത്. അങ്ങനെ ഇവർ തിരിച്ചു പോകുന്നതിന് മുൻപായിട്ട് മന്ത്രിയായിട്ടുള്ള സുമന്ത്രനെ തിരിച്ച് അയോധ്യയിലേക്ക് പോകണമെന്ന് രാമൻ പറയുന്നുണ്ട് കേട്ടോ. കാരണം അച്ഛനമ്മമാരുടെ അടുത്ത് ചെന്നിട്ട് ഞങ്ങളിവിടെ സുഖത്തോടെ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനെ തിരികെ അയോധ്യയിലേക്ക് പറഞ്ഞു വിടുന്നത്. അതിനുശേഷമാണ് അവരെ യാത്ര തിരിക്കുന്നത്. എന്നിട്ട് യാത്ര കഴിഞ്ഞിട്ട് അവരെത്തിച്ചേരുന്നത് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലാണ്. പിന്നെ അന്ന് അവിടെ കഴിച്ചു കൂട്ടിയിട്ട് പിറ്റേ ദിവസം യാത്ര തുടങ്ങുന്ന സമയത്ത് മുനി അദ്ദേഹത്തിൻ്റെ കുറച്ച് കുമാരന്മാരെ കൂടെ വിടുന്നുണ്ട്, തോണി തുഴയാനായിട്ട് സഹായത്തിനൊക്കെ ആയിട്ട്. എന്നിട്ട് അങ്ങ് അകലെ ചിത്രകൂടം എന്ന് പറഞ്ഞിട്ട് പർവ്വതമുണ്ട്, അവിടെ പോയിട്ട് താമസിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു ഭാഗമാണ്. ഇനി ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു പാരായണം നമുക്ക് കേൾക്കാം. നിരഞ്ജന പാരായണം ചെയ്യുന്നതായിരിക്കും, എല്ലാവരും ശ്രവിച്ചോളൂ കേട്ടോ. രാഘവൻ താതകേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവു തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ. സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. കേതമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ.
ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനുമുടുത്താനതു നേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷേണ ലജ്ജയാ ഭർതൃമുഖാംബുജം. ഗൂഢമായി നോക്കിനാളങ്ങനെ ഞാനിത് ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാ. മംഗളദേവതാ വല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ തഥാ വാങ്ങിപ്പരുഷമാം വൽക്കലം ദിവ്യാംബരോപരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. എന്നതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിടും വസിഷ്ഠ മഹാമുനി. കോപേന ബത്സിച്ചു കൈകേയി തന്നോട് താപേന ചൊല്ലിനാനെന്തിതു തോന്നുവാൻ. ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കടോശീലേഖലേ. രാമൻ വനത്തിനു പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. ജാനകി ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം. ഭക്ത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ. സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പതി മാനസവും രമിപ്പിച്ചു സദാകാലം. ഭർതൃശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിടുകെന്നേ വരൂ. ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോടേവമരുൾ ചെയ്തു. രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്രപ്രയാണായ സത്വരം. ഇത്തമുക്ത്വാ രാമഭക്താംബുജം പാർത്തു പുത്രഃ രാമ സൗമിത്രേ ജനകജേ. രാമ രാമ ത്രിലോകാഭിരാമാംഗാഃ ഹാ മമ പ്രാണസമാന മനോഹര. ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം. തേരുമൊരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു. തേരിൽ കരേറുക സീതേ വിരവിൽ നീ നേരമിനി കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൾ ഇന്ദിരാവല്ലഭനാകിയ രാമനും. മാനസേ ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു. താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ ബാണചാപാസി തുണീരാദികളെല്ലാം കൈകൊണ്ടു വന്ദിച്ചു താനും കരേറിനാൻ. ലക്ഷ്മണനപ്പോൾ സുമന്ത്രരുമാകുലാൽ ദുഃഖേന തേർനടത്തേടിനാൻ ഭൂപനും. നിൽക്കെന്നു ചൊന്നാൻ രഘുനാഥനും. ഗച്ഛ ഗച്ഛേതി വേഗാലരുൾ ചെയ്തിതു നിശ്ചലമായിതു ലോകവുമന്നേരം. രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവു മോഹിച്ചു വീണിതു ഭൂതലേ. സ്ത്രീ ബാലവൃദ്ധാവധി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ.
തിഷ്ട തിഷ്ട പ്രഭോ രാമദയാനിധേ, ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി കാണായിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു, പ്രാണനോ പോയതല്ലോ വിധി ദൈവമേ. ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരം തേരിൻ പിറകെ നടകൊണ്ടാർ. മന്നവൻ താനും ചിരം പ്രലപിച്ചതാ ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ. എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നുടെ മാതൃഗേഹൻ തിങ്കലാക്കുവിൻ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴ്കെന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാരന്നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു. പിന്നെയുണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഖിന്നയായി മേവുന്ന കൗസല്യ തന്നോടും. ശ്രീരാമനും തമസാ നദി തന്നുടെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ. പാനീയമാത്രമുപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിന ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ. പൗരജനങ്ങളും ചെന്നരികെ പുക്കു ശ്രീരാമനെയങ്ങു കൊണ്ടുപോയി കൂടായിൽ. കാനനവാസം നമുക്കുമെന്നേവരും മാനസത്തിങ്കലുറച്ചു മരുവിനാർ. പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനുമുള്ളിൽ നിരൂപിച്ചു. സൂര്യനുദിച്ചാലയക്കുള്ളുമില്ലിവർ കാര്യത്തിനും വരൂ വിഘ്നമെന്നാലിവർ. ഖേദം കലർന്നു തളർന്നുറങ്ങുന്നിതു ബോധമില്ലിപ്പോൾ ഇനിയുണരും മുൻപേ. പോകനാമിപ്പോഴേ കൂട്ടുക തേരെന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും. വേഗേന തേരുമൊരുമിച്ചിതന്നേരം രാഘവന്മാരും ജനകതനൂജയും. തേരിലേറിയിടിനാരേതുമറിഞ്ഞില്ല പൗരജനങ്ങളന്നേരം സുമന്ത്രരും. ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടത തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു. ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേന്നാൾ തങ്ങളുണർന്നു നോക്കും നേരം കണ്ടില രാമനെ എന്നു കരഞ്ഞതി കുണ്ഠിതന്മാരായി പുരി പുക്കുമേവിനാർ. സീതാസമേതനം രാമനെ സന്തതം ചേതസി ചിന്തിച്ചനുദിനം. പുത്രമിത്രാദികളോടുമിട ചേർന്നു ചിത്തശുദ്ധ്യാവസിച്ചിടിനാരേവരും. മംഗലദേവതാ വല്ലഭൻ രാഘവൻ ഗംഗാതടം പുക്കു ജാനകി തന്നോടും. മംഗലസ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരാവിധൂരെ മരുവീടിനാൻ. ദാശരഥിയും വിദേഹത്തനൂജയും ശിംശപാമൂലെ സുഖേന വാണിടിനാർ. ദാശരഥിയും വിദേഹത്തനൂജയും ശിംശപാമൂലെ സുഖേന വാണിടിനാർ. തോണി വരുത്തുകെന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ. സ്വാമിന്നിയം ദ്രോണികാ സമാരുഹ്യതാം സൗമിത്രിണാ ജനകാത്മജയാ സമം. തോണി തുഴയുന്നതു മടിയൻ തന്നെ മാനവവീരാമമ പ്രാണവല്ലഭ. ശൃംഗിവേരാധിപൻ വാക്കുകേട്ടന്നേരം മംഗലദേവതയാകിയ സീതയെ
കൈയും പിടിച്ചു കരേറ്റി ഗുഹനുടെ കൈയും പിടിച്ചു താനും കരേറിയിടിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയതമായൊരു തോണി കരേറിനാൻ. ജ്ഞാതിവർഗത്തോടു കൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയും. മംഗലപാങ്കിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ, സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതര ഇങ്ങു വന്നാൽ ബലി പൂജകൾ നൽകുവാൻ. രക്ഷിച്ചു കൊള്ളുക നീ ആപത്തു കൂടാതെ, ദക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകൂലം ഗമിച്ചിടിനാർ. തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം. കൂടെ വിടകൊള്ളുവതിനടിയനെന്നു ഒരാൾ കൂടാതെ അനുജ്ഞ നൽകിയിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലാകിലേണാംഗബിംബാനനാ ജഗദീപതേ. നൈഷാദവാക്യങ്ങൾ കേട്ടു മനസി സന്തോഷേണ രാഘവനേവമരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദമൊഴിഞ്ഞു വാണിടുനി സത്യവിരോധം വരാരാമഭാഷിതം. ഇത്തരമോരോ വിധമരുളി ചെയ്തു ചിത്തമോദേന ഗാഢാശ്ലേഷവും ചെയ്തു. ഭക്തനെ പോകെന്നയച്ചൂരകൂതമൻ ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു. മന്ദമന്ദം തോണി മേലെ ഗുഹൻ വീണ്ടു മന്ദിരം പുക്കു ചിന്തിച്ചു മരുവിനാൻ. വൈദേഹി തന്നോടു കൂടവേ രാഘവൻ സോദരനോടുമൊരു മൃഗത്തെ കൊന്നു. സാദരം ഭുക്ത്വാ സുഖേന വസിച്ചിതു പാദപമൂലേ ദളാഢ്യതൽപസ്ഥലേ. മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം പാർത്ഥിവനർഘ്യാദി നിത്യകർമ്മം ചെയ്തു. ചിന്തു ഭരദ്വാജനായ തബോധനൻ തന്നാശ്രമപദത്തിനടുത്താതരാൽ ചിത്തമോദത്തോടിരുന്നൊരു നേരത്ത് തത്ര കാണായിതൊരു വടു തന്നെയും. അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ, ഇപ്പോഴേ നീ മുനിയോടണർത്തിക്കണം. രാമൻ ദശരഥ നന്ദനനുണ്ടു തൻ ഭാമിനിയോടു മനുജനോടും വന്നു. പാർത്തിരിക്കുന്നിതുടഞ്ചാതികെ എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്ക എന്നപ്പോൾ. താപസശ്രേഷ്ഠനോട ബ്രഹ്മചാരി ചെന്നാഭോഗ സന്തോഷമോടു ചൊല്ലിടിനാൻ. ആശ്രമോപാന്തേ ദശരഥ പുത്രനുണ്ടാശ്രിത വത്സലെ പാർത്തിരുന്നിടുന്നു. ശ്രുത്വാ ഭരദ്വാജനിത്തം സമുത്തായ ഹസ്തേ സമാദായ സാർക്യപദ്ധ്യാദിയും. ഗത്വാ രഘുത്തമ സന്നിധൗ സത്വരം ഭക്ത്യൈവ പൂജയിത്വാ സഹ ലക്ഷ്മണം. ദൃഷ്ട്യാ രമാവരം രാമം ദയാപരം തുഷ്ട്യാ പരമാനന്ദാബ്ധൗ മുഴുകിനാൻ. ദാശരഥിയും ഭരദ്വാജപാദങ്ങളാശു വണങ്ങിന ഭാര്യാനുജാന്വിതം. ആശീർവചനപൂർവം മുനി പുങ്കവ നാശയാനന്ദമീ എന്നരുളി ചെയ്തു. പാദരജസാ പവിത്രയാക്കിയിടു നീ വേദാത്മകാമമ പർണശാലാമിമാം. ഇത്തമുക്തോടനമാനീയ സീതയ
സത്യസ്വരൂപം സഹാനുജം സാദരം പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജത ബോധേന ശ്രേഷ്ഠനരുൾ ചെയ്തു. നിന്നോടു സംഗമമുണ്ടാക കാരണം ഇന്നു വന്നു തപസ്സാഫല്യമൊക്കവേ. ജ്ഞാതം മയാ തവോദന്തം രഘുപതേ ഭൂതമാഘാമികം വാ കരുണാനിധേ. ഞാനറിഞ്ഞേൻ പരമാത്മാ ഭവാൻ കാര്യ മാനുഷനായിതു മായയാ ഭൂതലേ. ബ്രാഹ്മണ പണ്ടു സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായതു യാതൊന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാനറിഞ്ഞിടിനെ നിന്നതിനെന്നടോ. ജ്ഞാനദൃഷ്ട്യാ തവ ധ്യാനൈകജാതയ ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ. എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാ കൃതാർത്ഥനായേനഹം. ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവമരുൾ ചെയ്തു. ക്ഷത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ. ഇത്തമന്യോന്യം ഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞിതു രാത്രി മുനിയുമായി.